ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്നാണെങ്കിൽ ഗൈസ് നമ്മളൊരു ഓട്ടോ ഡ്രൈവറും കാര്യങ്ങളുമായിട്ടാണ് ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഇതിനകത്ത് കയറി പോവാം. നമ്മളെ ആട്ടോയുടെ പേരുകളൊക്കെ നമ്മൾ ഇട്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ ഷിൻചാൻ എന്നാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഷിൻചാൻ വേണോ വേറെ വല്ല പേര് വേണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്ക് നേരെ വെച്ച് പിടിക്കാം ഗൈസ്. എങ്ങോട്ട് എൻ്റെ പൊന്നെ എവിടാണ്ടൊക്കെ ആദ്യം തന്നെ ചെന്ന് ഇടിച്ച് ഗൈസ്. ആദ്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ആലോചിച്ച് നോക്കിയ ഗൈസ് പെടും ഗൈസ്. കുഴപ്പമൊന്നുമില്ല ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങളങ്ങ് അത് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തേക്ക് ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യണ മെസ്സി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് ഫസ്റ്റ് ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം ആരെങ്കിലും കൈ കാണിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ നിർത്തിയതിന് ശേഷം അവിടെ സ്റ്റോപ്പിൽ കൊണ്ടാക്കും. അതാണ് ആട്ടോയുടെ ഒരു ഇത് ഗൈസ്. എൻ്റെ പോനെ ആട്ടോ ആണെങ്കിൽ ഒരു പ്രശ്നമാണ് ഗൈസ്, മറിയും ഗൈസ്. എനിക്ക് 3 വീലുള്ള വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇത് പറന്നൊക്കെ പോകുന്നൊരു വണ്ടിയാണ്. എൻ്റെ പൊന്നു മോനെ സീനാണ് ഗൈസ്. ഓടിക്കുമ്പോൾ ഒരു കൈയൊക്കെ വിറയ്ക്കും. ഞാൻ ഫസ്റ്റായിട്ടാണ് ഗൈസ് ഞാൻ ഓട്ടോ റിക്ഷ ഡ്രൈവർ ആവുന്നത്. നമുക്കാണെങ്കിൽ ഫസ്റ്റ് ഓട്ടം ഒന്നും കിട്ടിയെന്ന് ചോദിച്ചാൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ആയിട്ടാണ് ഗൈസ് അയാളെ ഇറക്കണ്ടുള്ളതെന്ന് അവർ പറയുന്നത്. ഗൈസ് ഞാൻ അയാളെ ഇറക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാനും അയാളെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അയാളെ ഇറക്കിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ആരും കൈയൊന്നും കാണിക്കുന്നില്ല ഗൈസ്. അവിടെ ഒരു ചേട്ടൻ നമ്മളെ കൈ കാണിക്കുന്നല്ലോ ഗൈസ്. ഇയാളെ ഇനി കേട്ടിട്ട് കാണാം ഗൈസ്. എടാ മോനെ, ഞാൻ പറയുന്നിടത്തോട്ട് വിട്ടോടാ, എയർപോർട്ടിലോട്ട് വിടാ. ഞാൻ എയർപോർട്ടിലാടാ എനിക്ക് ഇറങ്ങണ്ടുള്ളത്. ഇയാളെ എയർപോർട്ടിനൊക്കെയാണ് ഇറക്കണ്ടുള്ളത് ഗൈസ്. ഇവിടെ ഒരു ചേച്ചിയും ആളും വരുന്നുണ്ടല്ലോ. ഈ ചേച്ചിക്ക് ഓട്ടോ റിക്ഷ കയറണോ ഗൈസ്? ചേച്ചിക്കൊന്നും കയറണ്ട ഗൈസ്. ഓട്ടോയിൽ വന്നിട്ട് ഗൈസ് പറന്ന് പോയി ഗൈസ് ചേച്ചി. ഗൈസ് ഇവിടുത്തെ എല്ലാവരും ബലൂൺ പോലെയാണ് ഗൈസ്. ഒന്ന് തൊട്ടാൽ മതി ഗൈസ് പറന്നിങ്ങ് പോകും ഗൈസ്. എന്താ ഗൈസ്, ഹൈഡ്രജൻ ബലൂണും വല്ലതും ആണോ ഗൈസ് ഇവര് ഗൈസ്? ഇയാൾ പറയുന്നത് വെച്ചാൽ ഇയാൾക്ക് എയർപോർട്ടിൽ ധൃതിയായിട്ട് പെട്ടെന്ന് പോകണമെന്നാണ് ഗൈസ്. ഇയാൾ കിടന്ന് നിലവിളിക്കുന്നു ഗൈസ്. മോനടാ പെട്ടെന്ന് പോടാ, എനിക്ക് പെട്ടെന്ന് പോകണോ, എന്റെ പ്ലേറ്റ് പോകണടാ, പെട്ടെന്ന് പോടാടാ. എനിക്ക് ഓട്ടോ ഒന്നും ഓട്ടിക്കാൻ അറിഞ്ഞോണ്ടെങ്കിൽ ഇങ്ങ് താടാ, എനിക്ക് പെട്ടെന്ന് പോണോടാ, നീ പെട്ടെന്ന് വിടറാ. ചേട്ടാ ഞാനാണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ചേട്ടാ. എന്താണ് ചേട്ടാ ധൃതിയൊന്നും പിടിക്കാതെ എന്തായാലും അവിടെ ചെല്ലും ചേട്ടാ, മിണ്ടാതിരി ചേട്ടാ. ഗൈസ് ഇയാളാണെങ്കിൽ കണ്ടോ ഗൈസ് ഭയങ്കര നിലവിളി ഗൈസ്. ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇയാൾ എയർപോർട്ടിലും കാലൊക്കെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് ഇറക്കി വിടാം. അല്ലെങ്കിൽ അയാൾ ഇന്നീ ഗൈസ് വണ്ടി ഇരുന്ന് നിലവിളിച്ച് ഗൈസ് ഇനി പോലീസ് വരെ പിടിക്കുന്ന അവസ്ഥയാവും. മാമ പെട്ടെന്ന് ഇറങ്ങിയേക്കോ ഗൈസ്. അയാളൊക്കെ ഞാൻ ഇറക്കിയ ആളൊക്കെ വിട്ടിട്ടുണ്ട് ഗൈസ്. അയാളാണെങ്കിൽ വണ്ടി ഇടുന്ന് നല്ല രീതിക്ക് നിലവിളിക്കുന്നു ഗൈസ്. എന്തിനാ ഗൈസ് ഇത്രയും ധൃതി വെക്കുന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ ഗൈസ്. ഗൈസ് ഇയാളൊന്നും കയറത്തില്ല ഗൈസ് നമ്മളെ ആട്ടോയിൽ. ഇനി നമ്മളെ റൂട്ട് എങ്ങോട്ടാണ് ഗൈസ്? എവിടെയോട്ടൊന്നും ഇല്ല ഗൈസ്. എങ്ങോട്ടെങ്കിലും പോവുക, അതാണ് ഗൈസ് നമ്മളെ ഈ പ്ലാനിങ് ആയാലും. എൻ്റെ മോനെ ആട്ടോകളൊക്കെ മറിയുന്നു ഗൈസ്. എന്താ പറ്റിയെന്ന് അറിഞ്ഞൂടല്ലോ. ആട്ടോയ്ക്ക് മറിവ് കൂടിയല്ലോ ഗൈസ്. നേരത്തെ ഞാൻ ഓട്ടിച്ചപ്പോൾ വലിയ മറിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നല്ല രീതിക്ക് മറിയുന്നുണ്ടല്ലോ ഗൈസ്. നമുക്കാണെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിയ പിടുത്തവും കാര്യമൊന്നുമില്ല. എങ്ങോട്ടെങ്കിലും പോകുക, അവിടെ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് വീട്ടിൽ വരിക, ജീവിക്കുക, അതല്ലാതെ വേറെ ഇതൊന്നുമില്ല ഗൈസ്. നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം ഗൈസ്. നമുക്ക് നേരെ ഒന്ന് പോകണം. ഇവിടുന്ന് ആരാണ് കയറാൻ കാരണം കൈയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഗൈസ്. അവരെ ആളൊക്കെ ഇന്ന് കയറ്റിയിട്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്ക് അവരെ കാര്യങ്ങളെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഓട്ടോറിക്ഷയിൽ അവരിങ്ങനെയാണ് കയറ്റിയിട്ടുണ്ട്. അവർ പറയുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഷോറൂമിലോട്ടാണ് ഗൈസ്. ഷോറൂമിലോട്ടാണ് ഗൈസ്. ഇവർ പുതിയ വണ്ടിയാണ്ട് എടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഗൈസ്. എന്താണ് ഗൈസ്? വോളോ ഗൈസ്. വോളോ ആണ് ഇവരെടുക്കാൻ പോകുന്ന കാറ് ഗൈസ്. അടിപൊളിയൊരു കാറുകളാണ് വോളോ. ഇപ്പോൾ ഇറങ്ങിയൊരു പുതിയ കാറ്, വോളോയുടെ പുതിയ കാറുകളാണ് ഇവർ എടുക്കാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ആട്ടോ തന്നെ വന്ന് കയറിയിട്ടുണ്ട് ഗൈസ്. ഇവർ നല്ലൊരു കൈനീട്ടം തരുമായിരിക്കും ഗൈസ്. കൂടുതൽ പ്രതീക്ഷയും ഒന്നും വേണ്ട ഗൈസ്. ചിലവരങ്ങനെയാണ് ഗൈസ്, നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കും, എന്നാൽ ഒന്നും തരത്തേന്നുമില്ല ഗൈസ്. നമുക്ക് കുറേ വട്ടം അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. ഇവരെയും ആളൊക്കെ ഇറക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ അവരെയും ആളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഇനി ഒരിടത്തോട്ട് ആളൊക്കെ വെച്ച് വിടാം. നമ്മളെ വീട്ടിലോട്ടും ആളൊക്കെയാണ് എനിക്ക് പോകാനുള്ളൊരു പ്ലാൻ. അതിനു മുമ്പേ ഒന്നും കൂടെ ഒന്ന് കറങ്ങിയേക്കാം. ചിലപ്പോൾ വല്ല ഓട്ടോകൾ കിട്ടിയാലോ ഗൈസ്. നമ്മളെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഗൈസ്. നമ്മളതിലാണെങ്കിൽ 500
രൂപയെ ഉള്ളു ഗൈസ്. 500 രൂപയ്ക്ക് എന്താ കിട്ടും ഗൈസ്? അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാന്നൊന്നും ഇല്ല, നമ്മൾ കിടന്ന് കറങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഗൈസ്, വേറെ വലിയ പണിയൊന്നും ഇല്ല ഗൈസ്. നമ്മളെ ബസ് ഓടിക്കുന്ന കണക്കൊന്നും വരത്തില്ല ഗൈസ്. ഓട്ടോ ബസ് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ പൊന്നെ, ഇന്നലെ ഒരു വീഡിയോ കാണാൻ കിട്ടുന്നുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് കയറി കാണുക ഗൈസ്. ബസ്സിൽ പോകുന്നത് കട്ടറും കുഴിയും എല്ലാം കൂടെ കയറിപ്പോയപ്പോൾ ഇന്നലെ ബസ് ഒരു പരുവായി ഗൈസ്. ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ പോവാം. നമ്മൾ എങ്ങോട്ടാണെന്നൊന്നും ഇല്ല, നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് ഗൈസ്. നമ്മളെ വണ്ടിക്ക് എന്താണ്ട് പറ്റി ഗൈസ്. ഗൈസ് നമ്മളെ ക്ലച്ച് ചവിട്ടുമ്പോഴത്തേക്ക് ബാക്കിലോട്ട് ഇങ്ങനെയൊക്കെ ആവുന്നു ഗൈസ്. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലേ. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഇപ്പം മാറി ഗൈസ്, ഇപ്പം അസുഖങ്ങളൊക്കെ മാറി. ഈ ഇതെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാലൊക്കെയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളും ഉണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമുക്ക് വീട്ടിലോട്ട് ഇങ്ങനെ പോവാം ഗൈസ്. ഈ വണ്ടി കൊള്ളാതെ ഇനി നമ്മൾ ഓടിയതിനു ശേഷം ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് ഇനി നേരെ ഗൈസ് നമ്മളാ ഈ വണ്ടികളൊക്കെ കൊണ്ടുപോയി ഇവിടെ ഇട്ടേക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ഇട്ടിട്ട് ഗൈസ് നമുക്ക് വല്ലതൊക്കെ പോയി കഴിക്കാം ഗൈസ്. എന്നിട്ട് ഉച്ചയ്ക്ക് വല്ലതും പിന്നെ ഓടിയാൽ മതി ഗൈസ്. ഗൈസ് അപ്പം നമുക്കാണെങ്കിൽ ഉച്ചയ്ക്കും കാലം ഇനി പോയാൽ മതി ഗൈസ്. ഇത് ആരാണ് വിളിക്കുന്നത് ഗൈസ്? എൻ്റെ പൊന്നെ, ഏതാണ്ട് റിച്ച് ടീമാണ് ഗൈസ് ഇപ്പം വിളിച്ചത്. കല്യാണത്തിനാണ്ട് പോകണമെന്ന്. റിച്ച് ടീംസ് പിന്നെ വിളിക്കുകയാണെങ്കിൽ വണ്ടിക്ക് കുഴപ്പമാണെങ്കിൽ നമ്മളവിടെ എത്തിച്ചേരുന്നിരിക്കാം. അപ്പം എവിടെ നിന്നാലും ഗൈസ് നമ്മൾ പെട്ടെന്ന് അവിടെ ചെല്ലണം ഗൈസ്. ഗൈസ് നമുക്ക് പെട്ടെന്ന് ചെല്ലാം ഗൈസ്. ഷോർട്ട് കട്ടുകളൊക്കെ പിടിക്കാം ഗൈസ്. നേരെ പോയാൽ ഗൈസ് നമുക്ക് പണികളൊക്കെ കിട്ടാം. അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് ഷോർട്ട് കട്ടുകളൊക്കെ നേരെ പിടിച്ചങ്ങ് പോവാം. അതാകുമ്പോൾ സ്വറ്റ സ്രച്ച് നല്ല സുഖമായിട്ടിങ്ങ് വിടാം ഗൈസ്. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കും കാണുന്നൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ ഒരു വണ്ടിയും ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെ ഗൈസ് അത്യാവശ്യം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അറിയാതെ വണ്ടി ഇല്ലെന്ന് പറഞ്ഞു ഗൈസ്. അന്നാണ്ട് ഗൈസ് ഇവിടെ വന്നതാണ്. ഗൈസ് നമ്മളെ വണ്ടിയുടെ പണി വീണ്ടും തുടങ്ങി ഗൈസ്. ഇതെന്താണ് ഗൈസ്? വീണ്ടും ഗോസ്റ്റ് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതെൻ്റെ കൺട്രോളിലേ അല്ല ഗൈസ്. എൻ്റെ മോനെ ഫോർച്യൂണർ, എൻ്റെ പൊന്നെ ഫോർച്യൂണറിനൊക്കെ ചെന്ന് ഇടിച്ചേക്കുന്നു ഗൈസ്. അയാൾ പാവമായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. അയാളൊന്നും പറഞ്ഞില്ല ഗൈസ്. ഇവിടുന്ന് എൻ്റെ പൊന്നോ ഗൈസ്, എന്താ നമ്മളെ വണ്ടി നമ്മളെ കൺട്രോളിലല്ല ഗൈസ്. ഇതെന്താ പ്രേതബോധമെല്ലാം കയറിയ ഗൈസ്. ഇതിനകത്താണെങ്കിൽ ഗൈസ് ഇത് സ്പീഡോ മീറ്ററൊക്കെ അത് ഫുള്ളാണ് ഗൈസ്. എൻ്റെ പൊന്നു മോനെ, എങ്ങോട്ടൊക്കെ ചെന്ന് കയറുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ഗൈസ്. നമ്മൾ ബീച്ചിൻ്റെ അകത്ത് കാണും ഗൈസ്. അപ്പം ഗൈസ് എങ്ങോട്ടാ ഗൈസ് പോകുന്ന ഗൈസ്? നമ്മളെ വണ്ടിക്ക് എന്താണ്ട് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് ഗൈസ്. വലിയ കുഴപ്പമാണ് ഗൈസ് നമ്മളെ വണ്ടിക്ക് പറ്റിയിരുന്നത്. എൻ്റെ പൊന്നെ ലാൻഡ് ക്രൂസറൊക്കെ പോകുന്നു. അതിനകത്തൊക്കെ ചെന്നിടിച്ച് എനിക്ക് കൊടുക്കാൻ എൻ്റെ പൊന്നെ പൈസ ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. ലാൻഡ് ക്രൂസർ ഇടിച്ചപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങേണ്ടി വരും ഗൈസ്. എന്ന് വെച്ചാൽ അതൊരു SP-യുടെ വണ്ടിയും കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ ഗൈസ് നമ്മളെ തൂക്കും ഗൈസ്. ഞാൻ ആരാന്നറിയാം? ഇവിടുത്തെ SP ആടാ. അപ്പോഴത്തേക്ക് നീ എനിക്ക് പൈസ തന്നോണം. എൻ്റെ വണ്ടിക്ക് പറ്റിയതിനെല്ലാം നീ പൈസ തന്നോണം. എല്ലാം കൂടെ കൂട്ടി 1.5 ലക്ഷം രൂപയുടെ ഇതാണ് ഇപ്പോൾ എനിക്ക് സംഭവിച്ചത്. എൻ്റെ കാലിലാണെങ്കിൽ ചെറിയൊരു കുഴപ്പം അയാൾ കൊണ്ടു. 1.5 ലക്ഷമായിട്ട് എൻ്റെ വീട്ടിൽ വന്നോണം, അല്ലെങ്കിലാണ്. ശരി സാറേ ഗൈസ്. അയാൾ എന്നെ പൊക്കി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നമ്മളിത് കൊടുക്കാതെ പോയില്ലായിരുന്നെങ്കിൽ ഇതിനേയും കാട്ടി രൂപ അയാൾ മേടിച്ചാണ് ഗൈസ്. അയാൾ സ്വരമായിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കിയിടും ഗൈസ് വണ്ടിക്കകത്ത് ഗൈസ്. എനിക്കാണെങ്കിൽ ചെറിയൊരു ഐഡിയകളൊക്കെ ഉദിക്കുന്നുണ്ട് ഗൈസ്. അയാളെ വീട്ടിലാണെങ്കിൽ കുറേ ലക്ഷറിയസ് കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഗൈസ്. റോൾസ് അതേണക്കത്തുള്ള ബുഗാട്ടി. അപ്പം ഗൈസ് അവിടെ നിന്ന് ഒരെണ്ണം ഗൈസ് അടിച്ചു മാറ്റുകയാണ് ഗൈസ്. പിന്നെ ഈ ആട്ടോ ഒന്ന് ഓടണം ഗൈസ്. പിന്നെ ഒരു 2 വർഷത്തേക്ക് ജീവിക്കാനുള്ള പൈസ അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടും ഗൈസ്. ആ കാറ് എല്ലാം എടുത്ത് വിറ്റുക ഗൈസ്. ഇയാളെ കിടക്കുന്ന വണ്ടികൾ കണ്ടാൽ നിങ്ങൾ കണ്ണ് തള്ളിപ്പോവും ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും കേട്ടോ ഗൈസ്. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്യാത്തവരാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ഈ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഗൈസ് നമ്മളെ വിളിച്ചില്ലായിരുന്നു ഗൈസ്. നമ്മൾ നേരത്തെ അവിടെ പോകാൻ നേരമാണ് ഗൈസ് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായത് ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ആളൊക്കെ ഫൈനൽ ലൊക്കേഷനുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൈസ് ഒരു റിച്ച് ടീമുകളുമാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരു 300 ഇവർ തരാതിരിക്കത്തില്ല ഗൈസ്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ് ഫോണെ. ഹലോ സാർ, നിങ്ങൾ വിളിച്ചതിന് ശേഷം ഞാൻ വന്ന ആട്ടോക്കാരനാണ്. കല്യാണത്തിന് വരികയും ചെയ്തു, വേറെ ആട്ടോ വിളിച്ചു, നീ പോടാ. ഇന്നത്തെ ദിവസം ഫുൾ ഇതായി പോയി ഗൈസ്. എന്താന്ന് വെച്ചാൽ എല്ലാം തീർന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ ഒരു ദിവസം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഗൈസ്.
അപ്പം നമ്മളിനി ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ നമ്മളൊരു കാര്യങ്ങളും ഉണ്ട് ഗൈസ്, നമുക്കൊരു മിഷീനും കൂടെ ഉണ്ട് ഗൈസ് കംപ്ലീറ്റ് ആക്കാൻ. അതങ്ങനെ നമ്മൾ ചെയ്യും ഗൈസ്. നേരത്തെ അവിടെ ഒരു അടിയും കാലൊക്കെ ഉണ്ടായി നിങ്ങൾ കണ്ടതല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് ആ SP സാറിൻ്റെ വീട്ടിലും കാരണം കിടക്കുന്ന വണ്ടീസിൽ ഒരെണ്ണം ഗൈസ് ഞാനങ്ങ് ഇഷ്കും ഗൈസ്. എന്ന് വെച്ചാൽ നമ്മളങ്ങ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഗൈസ് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൻ്റെ അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം അവിടെ വിൽക്കും ഗൈസ്. അപ്പം ഗൈസ് അവിടെ നിന്ന് കുറേ പൈസകളൊക്കെ കിട്ടും ഗൈസ്. അപ്പം അത് വെച്ച് ഗൈസ് നമ്മളൊരു മാൻഷനോ ഗൈസ് നമുക്ക് ഇഷ്ടമുള്ള വല്ലതൊക്കെ മേടിക്കാം ഗൈസ്. 2 വർഷം ഗൈസ് ആ പൈസ വെച്ച് നമ്മൾ പിടിച്ചു തീർക്കണം. അപ്പം സോ ഗൈസ് നമുക്ക് ആട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ആട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പോയെന്ന് ഉറങ്ങാം ഗൈസ്. ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് ഗൈസ് രാത്രി കാര്യങ്ങളൊക്കെ ആവും. രാത്രിയാകുമ്പോൾ സുഖമായിട്ട് ഗൈസ് നമ്മൾ പരിപാടി നടത്തുന്നു വരുന്നു. രാവിലെ ആകുമ്പോഴല്ല രാത്രി തന്നെ ഗൈസ് നമ്മൾ വെക്കും ഗൈസ്. അപ്പോൾ സോ ഗൈസ് ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഗൈസ് ഞാനങ്ങനെ ഉറങ്ങി കാലൊക്കെ എണീച്ചപ്പോഴത്തേക്ക് എൻ്റെ മോനെ നല്ല അടിപൊളി മഴയും കാലം ഉണ്ട്. മഴ പ്ലസ് ആട്ടോ ഗൈസ്. വലിയ ഇതൊന്നും ഇല്ല ഗൈസ്, കോമ്പോ ഒന്നും ഇല്ല. എന്തായാലും ഗൈസ് നമ്മൾ മഴ പ്ലസ് ആട്ടോ എന്നും കാര്യങ്ങളൊക്കെ ഇതാക്കാം ഗൈസ്. അപ്പം അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ SP ഓഫീസിൻ്റെ അങ്ങോട്ട് SP ഓഫീസറിൻ്റെ സാറിൻ്റെ വീട്ടിൽ പോകടാ. അവിടുന്ന് ഗൈസ് നമ്മൾ ആ കാറും കാര്യങ്ങളൊക്കെ പൊക്കുക ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ വിടാം. SP ഓഫീസിൻ്റെ അവിടെ എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ചിലപ്പം കാണും, പോലീസ് വണ്ടികൾ കാണും, അതേ കണക്കുള്ള 5-6 വണ്ടീസ് കാണും. അപ്പം നമ്മളെ ഈ ഒരു ആട്ടോ ഇങ്ങളെ പൊക്കാൻ എളുപ്പമായിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ ഗൈസ് നമ്മൾ ആട്ടോയ്ക്കകത്ത് ഞാൻ ചെറിയൊരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ചേർത്തായിരുന്നു ഗൈസ്. അത് നോക്കാൻ നേരം ഗൈസ് അത് കാണുന്നില്ല ഗൈസ്, നമ്മളതെടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം നമ്മളൊരു ഷോറൂമിലും കാര്യങ്ങളും കൊണ്ടുപോയി ഗൈസ് നമ്മൾ ആട്ടോ ഡെവലപ്പ് ആക്കിയായിരുന്നു. ഫ്ലൈയിങ് ഓട്ടോ ആണ് ഗൈസ് നമ്മളെ ഓട്ടോ ഗൈസ്. നമ്മളെ SP ഓഫീസിൻ്റെ സാറിൻ്റെ വീട് എവിടെയാണ് ഗൈസ്? ഗൈസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗൈസ് നമ്മളെ SP ഓഫീസ് സാറിൻ്റെ വീടും കാണും വരുന്നത്. ഇങ്ങോട്ട് പോയതിന് ശേഷം റൈറ്റിലോട്ട് ഇങ്ങനെയാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്, റൈറ്റിലോട്ടാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പോവാം. അപ്പം ഇവിടെ ആയിട്ട് ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷ നിർത്തണം. ഇവിടെ അല്ലേ ഗൈസ്, ഇവിടെ അല്ല ഗൈസ്, കറക്റ്റ് ഇവിടാണ് ഗൈസ്. നമ്മൾ ആട്ടോയ്ക്ക് ബ്രേക്ക് കിട്ടുന്നില്ല ഗൈസ്, കറക്റ്റ് ഇവിടാണ് ഗൈസ്. ഞാൻ അങ്ങനെ സ്കിഡ് ഇങ്ങനെയൊക്കെ അടുപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആയിട്ട് ഇങ്ങനെയൊക്കെ നിർത്താം ഗൈസ്. അവിടെ ഏതാണ്ടൊരു കാറുകളൊക്കെ കിടപ്പുണ്ടല്ലോ ഗൈസ്. ഏത് കാറാന്ന് പോയി നോക്കാം ഗൈസ്. എൻ്റെ പൊന്നു മോനെ ഇതൊരു ഗോൾഡൻ ഫോർച്യൂണർ ആയിട്ടാണ് ഗൈസ്. എൻ്റെ മോനെ ഗോൾഡൻ ഫോർച്യൂണർ ഗൈസ്, എൻ്റെ പൊന്നു മോനെ ഗൈസ്. നമ്മളെ മിഷ്യമിന് അയാളൊക്കെ പാസ്സായിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.